അതെ ഫ്രണ്ട്സ്, നമ്മൾ ഗെയിമേഴ്സ് എല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് iQ15. ഈ ഒരു iQ15 നമ്മുടെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ആവാൻ വേണ്ടി പോവുകയാണ്. നവംബർ മാസം അവസാനത്തോട് കൂടി നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു iQ15 വരും. അപ്പോൾ ഈ ഒരു iQ15 ലോഞ്ച് ആകുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെയുള്ളവരായിരിക്കും 15 എടുക്കേണ്ടത്. അതുപോലെ തന്നെ iQ13 ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ iQ15ലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിനുള്ള മാറ്റം ഈ ഒരു iQ15 വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഗെയിമിങ്ങും പെർഫോമൻസും ഈ ഒരു iQ15 എങ്ങനെയാണ്, അടിപൊളിയാണോ, ഇതുകൂടാതെ ഈ ഒരു ഫോണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് ഒരുപാട് ഡൗട്ട് നമ്മൾ ഗെയിമേഴ്സ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ്. iQ15ന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ അതിന്റെ സ്പെക്ക്, അതുപോലെ ഈ ഫോൺ എങ്ങനെയുണ്ട്, ഗെയിമിങ്ങിന് എങ്ങനെയുണ്ട്, എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു iQ15 ഒറ്റ ലുക്കിന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ iQ13 തന്നെയാണെന്ന് വിചാരിക്കുള്ളൂ. കാരണം ബാക്കിലത്തെ ഒരു സ്ക്വയർ ക്യാമറ ടൈപ്പ് ഒക്കെ തന്നെയാണ്, അതുപോലെ കാണാൻ ഏകദേശം ഒരു സെയിം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ഈ ഒരു iQ15ന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ചേഞ്ചസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചേഞ്ച് ആണ് ഡിസൈനിലുള്ള ഈ ഒരു മോണോക്രോം ഡിസൈൻ. അതായത് ഈ ഒരു ഫോൺ നമ്മൾ സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ, ലൈറ്റ് അടിക്കുമ്പോൾ ഈ ഒരു വൈറ്റ് കളറുള്ള ഫോണിൽ ഒരു റെഡ് ഷെയ്ഡ് നമുക്ക് ഇതുപോലെ വരുന്ന കാണാൻ സാധിക്കും. ഇത് ഒരു അടിപൊളി മാറ്റമാണ് ഡിസൈനിൽ iQ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫ്രെയിംസ് ആണ്. അതോടൊപ്പം തന്നെ ഫോൺ കുറച്ചും കൂടി തിക്കും ആണ്, പ്രീമിയം ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും iQ13 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു ക്വാളിറ്റി ഫോണിന്റെ കൂട്ടിരിക്കുകയാണ്. കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ ആണ് ഈ ഒരു iQ15 ഫോൺ കിട്ടുന്നത്. അപ്പോൾ ഡിസൈനിന്റെ കേസിലും അതുപോലെ തന്നെ ഈ ഒരു ലുക്കിന്റെ കേസിലേക്ക് ഫോൺ നെക്സ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് പറയാം, ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഒരു ഫോൺ വൈറ്റും ബ്ലാക്കും ഗ്രീനും ഈ 3 കളേഴ്സിലാണ് ഇറങ്ങാൻ പോകുന്നത് നമുക്ക് റൂമേഴ്സ് കിട്ടിയിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ടല്ല, ചിലപ്പോൾ വേറെ കളേഴ്സ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ് വെച്ചിട്ട് വൈറ്റ്, ബ്ലാക്ക്, ഗ്രീൻ ഈ 3 കളറിലായിരിക്കും iQ15 നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു iQ15ന്റെ ബോക്സിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്ന വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ iQ15 ഫോൺ കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രണ്ട്സ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു കേസ് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രണ്ട്സ് C2C ടൈപ്പ് ഒരു കേബിളും, അതുപോലെ തന്നെ 100 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും, അതോടൊപ്പം തന്നെ സിം ഇജക്റ്റിംഗ് ടൂളും നമുക്ക് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു iQ15 ക്യാമറയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാം 50 മെഗാ പിക്സലിന്റെ ആണ്. ഫസ്റ്റ് പ്രൈമറി ക്യാമറ കൊടുത്തിരിക്കുന്നത് 50 മെഗാ പിക്സലിന്റെ സോണി IMX921 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ JN1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയും, അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ സോണി IMX826 എന്ന് പറഞ്ഞിട്ടുള്ള 2x ടെലിഫോട്ടോ ക്യാമറയും ബാക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊന്നും ഞാൻ എടുത്തതല്ല, എനിക്ക് ട്വിറ്ററിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് ആണ്. എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ക്യാമറകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രണ്ട് ക്യാമറ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും ഈ ഒരു iQ15 ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു iQ15 വരുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാംസങ് ഗാലക്സി ഇറങ്ങാൻ പോകുന്ന S26 അൾട്രയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു iQ15 യൂസ് ചെയ്തേക്കണെന്നാണ് നമുക്ക് ലീക്കുകൾ കിട്ടിയിരിക്കുന്നത്. ഏകദേശം 60 റേഞ്ച് വരുന്ന ഈ ഒരു iQ15 ഏകദേശം 1.5 ലക്ഷം രൂപ വരുന്ന ഫോണിലുള്ള ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് ലീക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6.85 ഇഞ്ചിന്റെ 2K സാംസങ് M40 LTPO AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും, അതുപോലെ തന്നെ 2600 നിറ്റ്സ് HBM ബ്രൈറ്റ്നസും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഒറ്റ ലുക്കി കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നെക്സ്റ്റ് ലെവൽ, ക്വാളിറ്റി ലെവൽ, ഒരു പ്രീമിയം ഡിസ്പ്ലേ തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഏകദേശം 1.5 ലക്ഷം രൂപ വരുന്ന സാംസങ് ഗാലക്സി S26 അൾട്രയിൽ വരാൻ പോകുന്ന ആ ഒരു സെയിം സാംസങ്ങിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു iQ15 കൊടുത്തിരിക്കണേന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റിയുടെ കേസ് ഏകദേശം നമുക്ക് ഇങ്ങനെ ആയിട്ടോ ലീക്ക് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, എങ്കിലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന റൂമർ അനുസരിച്ച് S26 അൾട്രയുടെയും അതുപോലെ തന്നെ iQ15ന്റെയും ഡിസ്പ്ലേ സെയിം ആണ്. ഇനി ഇതുകൂടാതെ ഈ ഒരു iQ15 തന്നെ ഞെട്ടിച്ച വേറൊരു വലിയ അപ്ഡേഷൻ ആണ് ബാറ്ററി. ഏകദേശം 7000 mAh വരുന്ന സിലിക്കോണിന്റെ കാർബൺ ബാറ്ററിയാണ് ഈ ഒരു iQ15 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജിന്റെ കേസിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ്. ഇതിനു മുമ്പ് ഇറങ്ങിയ iQ13 6000 mAh ഉള്ളൂ. ഇതിലോട്ട് വരുമ്പോൾ 1000 mAh എക്സ്ട്രാ കൂടിയിരിക്കുകയാണ്. വീണ്ടും ബാറ്ററി ബാക്കപ്പ് നല്ല രീതിക്ക് ഒരു iQ15 കൂടും. ഇതൊന്നും കൂടാതെ IP68ഉം 69ഉം റേറ്റിംഗും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇനിയാണ് നമ്മളെല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പെർഫോമൻസ്. അതേ ഗൈസ്, ഈ ഒരു iQ15 ഇന്ത്യയിലത്തെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 888 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 888 Gen 5 പുതുപുത്തൻ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്. ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് ഇറങ്ങിയ iQ13 888
ആണ് ചിപ്സെറ്റ്. അതിന്റെ തന്നെ നെക്സ്റ്റ് വേർഷൻ ആണ് ഈ ഒരു iQ15 വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെർഫോമൻസിൽ എത്രത്തോളം മാറ്റം ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഗെയിം സൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ജി ഒക്കെ പുഷ്പം പോലെ കളിക്കാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, കാരണം iQ13 തന്നെ ഒരു ലാഗ് ഇല്ലാണ്ട് നമുക്ക് പബ്ജി കളിക്കാൻ പറ്റും. ഇത് iQ15ലേക്ക് ഇനി വരുമ്പോൾ കൂടത്തേ ഉള്ളൂ, അല്ലാതെ കുറയില്ല. പെർഫോമൻസ് ഒക്കെ നെക്സ്റ്റ് ലെവലിലേക്കാണ് ബൂസ്റ്റ് ആവാൻ വേണ്ടി പോകുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരൻ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Lite Gen 5 ആണ്. ഈ ഒരു iQ15 ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പെർഫോമൻസ് ആണ്, നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ആണ്. കൂടാതെ ഓവർ ഹീറ്റ് ആവുന്നില്ല. iQ13 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു iQ15 ഹീറ്റിംഗ് നല്ല രീതിക്ക് കുറവാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ ഒരു iQ15 ആൻഡ്രോയിഡ് സ്കോർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3.8 മില്യൺ ആൻഡ്രോയിഡ് സ്കോർ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിൽ പെർഫോമൻസ് ഐറ്റം ആണ് വരാൻ പോണേന്ന്. ഇനി നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എങ്ങനെയുള്ളവരാണ് ഈ ഒരു ഫോൺ എടുക്കേണ്ടതെന്ന്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹാർഡ് കോർ ആയിട്ട് ഫോൺ യൂസ് ചെയ്യണം. നല്ല രീതിക്ക് ഗെയിം കളിക്കണം. പബ്ജി, പെസ് അതുപോലെയുള്ള ഗെയിമുകളെല്ലാം ചറ പറയാൻ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് വേണം, അത്യാവശ്യം നല്ല ക്യാമറ വേണം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഓൾ റൗണ്ടർ ഫോൺ വേണം. ഒരു 60,000 രൂപയ്ക്കുള്ളിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഫോണാണ് iQ15. ഇനി നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഫോണും സാംസങ് എടുക്കാനുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല, പക്ഷെ ഏകദേശം ആ ലെവലിൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോൺ വേണമെങ്കിൽ അതിന് പറ്റിയ ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു iQ15. എന്തായാലും ഫ്രണ്ട്സ്, ഫോൺ നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗെയിമിംഗ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ iQ15 നോക്കി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ, അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. ഇനി ഇത് കൂടാതെ ഫ്രണ്ട്സ്, നമ്മുടെ OnePlusന്റെ 15 ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതിന്റെ ഏകദേശം ഒരു ഓപ്പണന്റ് ആയിട്ടാണ് OnePlusന്റെ OnePlus 15 വരാൻ വേണ്ടി പോകുന്നത്. അതിൽ ആൻഡ്രോയിഡ് സ്കോറും പെർഫോമൻസ് ഒക്കെ ഏത് ലെവലായിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ കറന്റ് iQ ആണ് ഇപ്പോൾ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മുടെ OnePlus 15 ലോഞ്ച് ചെയ്താലാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ. ജസ്റ്റ് iQ15നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്താണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.